ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇന്നൊരു ലീവ് ദിവസം ആയതുകൊണ്ട് നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമുക്ക് അർജൻറ്റായിട്ടൊരു കോൾ വന്നത്. ഇതേപോലെ ഫ്ലഷ് വർക്കാവുന്നില്ല, കുറേ വിരുന്നുകാരൊക്കെ വീട്ടിൽ വന്നതാണ്, ഒന്ന് അർജൻറ്റായിട്ട് വരണമെന്ന്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വന്ന് നോക്കിയപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നമ്മുടെ പഴയ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ബ്ലോക്ക്ഡ് ആണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മളിപ്പോൾ മാന്തി നോക്കിയപ്പോൾ ഇവിടെ ഡോർട്ടിയാണ് ഇട്ടേക്കുന്നത്. ആ ഡോർട്ടിയുടെ അവിടെ വന്ന് എല്ലാ വേസ്റ്റുകളും തട്ടി നിൽക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കിനി ഒന്ന് നോക്കണം. കാരണം ഇതിൻ്റെ അകത്ത് ഫുള്ളും വേസ്റ്റ് അടഞ്ഞ് ഓവർഫ്ലോ ആയിട്ട് വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ക്ലോസറ്റിൻ്റെ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അർജൻറ്റായിട്ടൊരു കോൾ വന്നത്. നമ്മൾ ഫ്ലഷ് ആണെന്ന് പറഞ്ഞ് വന്ന് നോക്കിയത്, പക്ഷേ ഇന്ത്യൻ ക്ലോസറ്റിലായിപ്പോയി. അപ്പോൾ നമ്മുടെ ഈ ടീ ഇരിക്കുന്ന ഭാഗത്ത് കണ്ടില്ല, ഇതേപോലെ ഇങ്ങനെ വേസ്റ്റുകൾ തട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഇത്ര മാത്രമല്ല, ഇത് കുറേശ്ശെ വെള്ളം വലിഞ്ഞത് കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഇതിന് നിറച്ച് ഇതിൻ്റെ ടോപ്പിലുണ്ടായിരുന്നു. അപ്പം ഇത് അടയാനുള്ള കാരണം ഇനി നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് ചെന്നിട്ട് നമുക്കൊന്ന് നോക്കണം. അത് ഇനി എന്തെങ്കിലും വീണടഞ്ഞതാവാം. കാരണം പെട്ടെന്ന് ആൾക്കാർ എത്തിയത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം അതിനോടൊപ്പം തന്നെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചാക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ, ഈ കവർ ചെയ്തിട്ട് നമ്മൾ ആ ടീയുടെ ഭാഗത്ത് ഒന്ന് കുത്തി നോക്കുകയാണ്. അപ്പം നമ്മൾ ഗ്ലൗസോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം നമ്മൾ അതിനു വേണ്ടി വന്നതുമല്ല, നമ്മൾ ഫ്ലഷ് ആണ് എന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ സീനാണെന്ന് അറിഞ്ഞത്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഈ ആ ഡോർ ടീയുടെ ഭാഗത്ത് ഇതേപോലെ തട്ടി ഇത്രയും ബ്ലോക്കുകൾ ആയിട്ടിരിക്കണം. അതിൽ നിന്ന് ചാടിയതാണ് ഇത്. കാരണം ആ ക്ലോസിൻ്റെ അകത്ത് ഇരുന്ന് അത്രയും വെള്ളവും വേസ്റ്റുമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടം കൊണ്ടാണ് ബ്ലോക്ക് ആവുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഡോർ ഫിറ്റിങ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഗുണം ഇതേപോലെയാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യഘട്ടങ്ങളിൽ നമുക്ക് ഇതേപോലെ ബ്ലോക്കുകൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുറന്ന് നോക്കാനൊക്കെ നമുക്ക് ഈസി ആയിരിക്കും. ഇതിൽ നിന്ന് ഇത്രയും ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത്രയും നമ്മൾ അതിൻ്റെ അകത്ത് അടഞ്ഞിരുന്ന അത്രയും ഭാഗം നമ്മളെടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, സ്ക്രബ്ബർ കിടപ്പുണ്ട്, അതേപോലെ ബ്രഷ് കിടപ്പുണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ബ്രഷ് ചെയ്യുന്നത്. അങ്ങനെ എന്താണ്ട് പോയതാണ് ഈ ബ്രഷ്. പക്ഷേ ഈ സ്ക്രബ്ബർ എങ്ങനെ വന്നു എന്ന് യാതൊരു പിടുത്തമില്ല. ഇനി ചിലപ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉരച്ച് കഴുകാനൊക്കെ ആയിരിക്കണം സ്ക്രബ്ബർ എടുത്തത്. ഈ സ്ക്രബ്ബറും ഇതിൻ്റെ അകത്താണ് പോയത്. പക്ഷേ പോയ സമയത്ത് തന്നെ ഇവർ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് പോന്നെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് ചെയ്തത് കൊണ്ടാവാം ഇത് കണ്ട് ഈ ടീയുടെ ഭാഗത്ത് വന്ന് തട്ടി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡോർ ഫിറ്റിങ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഒരു പ്രയോജനമാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് ബ്ലോക്കായിട്ട് ഇരിക്കും. അപ്പം നമ്മൾ അത്രയും ഭാഗം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തിരുന്ന് അത്രയും വേസ്റ്റുകൾ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളവും ഒഴിച്ച് അതൊന്ന് ക്ലീൻ ചെയ്യണ്ട. അപ്പം വെള്ളം ഒഴിച്ച് നോർമലി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് നമ്മൾ അതിൻ്റെ ഡോറും ഇട്ട് കൊടുത്ത്, നമ്മൾ അത്രയും ഭാഗത്ത് മണ്ണും ഇട്ട് കൊടുത്ത്, അതേപോലെ ക്ലോസറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഇപ്പോൾ യാതൊരു കുഴപ്പവും കാര്യങ്ങളില്ല. പ്രത്യേകം ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവർ ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതേപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലോക്ക് ആവാൻ